വംശത്തിൽപ്പെടുന്ന ഒരു ചീറ്റപ്പുലി തന്നെയാണ് അഖിൽ മാരാർ. അവരുടെ പാർട്ടിയുടെ ഭാഗമാകണമെങ്കിൽ സ്ഥാനമാനങ്ങൾ വേണമെന്ന അഖിൽ മാരാറിന്റെ ഓഡിയോ പുറത്തുവിട്ട് 2020. അഖിൽ മാരാർക്ക് 8ന്റെ പണി കൊടുത്ത് 2020. അപ്പോൾ മാരാരുടെ മനസ്സിലിരിപ്പ് ഇതായിരുന്നു അല്ലേ? പാവം സുരേഷ് ഗോപി, ഇവനൊക്കെ വേണ്ടിയല്ലേ അന്ന് സംസാരിച്ചത്? ഇല്ലാത്ത സമയം, ഇല്ലാത്ത ആരോഗ്യമൊക്കെ വെച്ചുകൊണ്ട് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. അന്നേ പറഞ്ഞതാണ് ഇവൻ നിലപാടില്ലാത്തവനാണെന്ന്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും. അറിയാമോ ഈ നാട്ടിൽ മത്തായിച്ചിന്റെ വില എന്താണെന്ന്? 8 രൂപ 50 പൈസ. കഴിഞ്ഞ ദിവസമായിരുന്നു മാരാർ 2020യിൽ നിന്ന് രാജിവെച്ചത്. കൂടെ നമ്മൾ തുടരണമെങ്കിൽ കൃത്യമായ അക്കോമഡേഷൻ ഉണ്ടാവണം. ഇത് ഞാൻ വളരെ ഓപ്പണായിട്ട് പറയുന്നു. പാർട്ടിയിൽ തുടരണമെങ്കിൽ കൃത്യമായ അക്കോമഡേഷൻ ഉണ്ടാകണം. അത് സാമ്പത്തികമായിട്ടാണെങ്കിൽ അങ്ങനെ. കാരണം നമുക്കും ജീവിക്കണം. ഞാൻ അങ്ങനെ ജീവിച്ചു വന്ന ആളാണ്. എനിക്ക് വരുമാനം വരുന്നത് അവസാനിച്ചു. ഇന്ത്യയിലേക്ക് പോയതിനു ശേഷം ഇവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് യാതൊരു വിധത്തിലുള്ള ഇവനെ സമ്മതിക്കണം. ഓഡിയോ ലീക്കായതിന് പിന്നാലെ ഇങ്ങനെ വന്ന് ന്യായീകരിക്കാൻ വേണം ഒരു ഉളുപ്പ്. പ്രസ്താവന നടത്തും, വിവാദവും പിൻവലിക്കും, നടത്തും, വലിക്കും, അങ്ങനെ. കൊട്ടാരക്കര സീറ്റ് അതായിരുന്നു മാരാരുടെ ലക്ഷ്യം. എന്നാൽ 8 നിലയിൽ പൊട്ടി അവിടെ. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? എന്തായാലും ഇവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. കഴിഞ്ഞ ദിവസമായിരുന്നു 2020യിൽ നിന്ന് രാജിവെച്ചത്. ഇതിനു പിന്നാലെയാണ് ഇങ്ങനെ ഒരു ഓഡിയോ പുറത്തുവിട്ടത്. എന്തായാലും പാർട്ടി മാരാരെ വെറുതെ വിടില്ല. നിലപാടുകളോടെ രാജകുമാരൻ എത്ര ന്യായീകരിച്ചിട്ടും കാര്യവുമില്ല. നമ്മുടെ ചുറ്റിനും നടക്കുന്ന ഒരു 10-40 പേർക്ക് അപ്പുറത്തേക്ക് ഇവിടെ സംഘടനയില്ല, ആളില്ല, പേരില്ല, ഒരു മനുഷ്യനില്ല.